ഹിരോഷിമയും നാഗസാക്കിയും, ജർമ്മനിയിലെ കൂട്ടക്കൊലകളും ഗുജറാത്ത് വംശഹത്യയും ക്രൂരതയുടെ കഴിഞ്ഞ കാലങ്ങളായി എണ്ണി. അതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ എന്നാശ്വസിച്ചുകൊണ്ടിരുന്ന മനുഷ്യർക്ക് മുൻപിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം, മനുഷ്യർക്ക് മുൻപിലാണ് ഫലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ ഇറച്ചി കഷണങ്ങൾ വന്നു വീണത്. കുഞ്ഞുടുപ്പുകളും വർണ്ണക്കുടകളുമായി നഴ്സറികളിലും സ്കൂളുകളിലേക്കും പോകേണ്ടിയിരുന്ന കുഞ്ഞുങ്ങൾ ഖബറുകളിൽ വെള്ള പുതച്ച് കിടന്നുറങ്ങി. കരയാൻ കണ്ണീരുപോലുമില്ലാതെ വറ്റിപ്പോയ കണ്ണുകളിൽ ഭീതിയുടെയും അനാഥത്വത്തിൻ്റെയും നിഴലുകൾ മാത്രം ബാക്കിയായി. ജീവൻ വറ്റിയ കുഞ്ഞുങ്ങളുടെ ശരീരത്തിനരികിലിരുന്ന് ഉമ്മമാരും ഉപ്പമാരും കനിവുള്ള ഹൃദയമുള്ളവരും തരിച്ച് വിറച്ചു. വാത്സല്യം നൽകി തീരാതെ മടങ്ങേണ്ടി വന്ന രക്ഷിതാക്കളുടെ അരികിലിരുന്ന് കുഞ്ഞുങ്ങൾ വിറങ്ങലിച്ച് മരവിച്ച് കരഞ്ഞുപോയി. ഒന്നോ രണ്ടോ ദിവസമല്ല, ഒന്നോ രണ്ടോ വർഷങ്ങളുമല്ല, ഒരുപാട് വർഷങ്ങളായി ഇത്തരം കാഴ്ചകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ജീവിച്ചു പോരേണ്ടി വരുന്ന ഒരേയൊരു ജനതയാണ് ഫലസ്തീൻ. നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതും മാത്രമാണോ ഫലസ്തീനികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഉത്തരം തീർച്ചയായും അല്ല എന്ന് തന്നെയാണ്. ഫലസ്തീനിൽ ജനിച്ച് 1948 സയനിസ്റ്റുകളാൽ ജന്മനാട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഖസാൻ ഖനഫാനി തൻ്റെ ഫലസ്തീൻ സഹോദരങ്ങളുടെ ജീവിതാവസ്ഥകൾ തുറന്നു കാണിച്ച നോവലായിരുന്നു ആയിദുൻ ഇലാ ഹൈഫ. തൂലിക കൊണ്ട് പോരാട്ടം നടത്തിയ ഖനഫാനിയെ 1972 സയനിസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ കാറിൽ ബോംബ് വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആയിദുൻ ഇലാ ഹൈഫയ്ക്ക് മലയാളത്തിൽ റുബാഹനാൻ ഒതായി രചിച്ച വിവർത്തനമാണ് വീണ്ടും ഹൈഫയിലേക്ക്. ഫലസ്തീനിൽ നിന്നും നിരന്തരം കേൾക്കുന്ന കരച്ചിലിലേക്ക്, ഉള്ളും പുറവും ഉരുകി നീറുന്ന മനുഷ്യരുടെ ചിത്രങ്ങളിലേക്ക്, വിശപ്പു നിറഞ്ഞ വയറുകൾക്കായി നീളുന്ന കൈകളിലേക്ക് കൊണ്ടുപോകുമെങ്കിലും ഈ പുസ്തകം അതിനപ്പുറം പങ്കുവെക്കുന്ന ഒരുമ്മയുടെയും ഉപ്പയുടെയും നിസ്സഹായതയുടെ ആഴമുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും കരകയറാനാവാത്ത വിധം പെട്ടുപോയ ആ ആഴങ്ങളിൽ നിറയെ കണ്ണുനീരിൻ്റെ ചോരയാണ്. സയ്യിദും സഫിയയും തങ്ങളുടെ മകനായ ഖൽദൂനെ അന്വേഷിച്ച് ഹൈഫയിലേക്ക് യാത്ര പോകുന്നിടത്ത് നിന്ന് ആരംഭിക്കുന്ന നോവൽ തിരികെ അവർ റാമല്ലയിൽ എത്തുന്നിടത്ത് അവസാനിക്കുകയും ചെയ്യുന്നു. സയനിസ്റ്റുകളുടെ ആക്രമണ സമയത്ത് ഖൽദൂൻ്റെ 5-ാം മാസത്തിലാണ് അവർക്ക് അവനെ നഷ്ടപ്പെടുന്നത്. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം അതിർത്തികൾ തുറക്കപ്പെട്ടപ്പോൾ മാത്രമാണ് ഹൈഫയിലേക്കൊന്ന് പോകാൻ പോലും സയ്യിദിനും സഫിയയ്ക്കും സാധിക്കുന്നത്. ഉടൻ തന്നെ അവർ യാത്ര തിരിക്കുന്നു. എന്നാൽ അവർ താമസിച്ചിരുന്ന വീട്ടിൽ ഇഫ്രാത്ത്, മിറിയം എന്നീ ഇറ്റലിക്കാരായ മനുഷ്യരെയാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. 20 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് തങ്ങളുടെ മകനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരിക്കുമോ? അതോ പലതരത്തിലുള്ള ക്രൂരതകളിലൊന്നിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ കണ്ടതുപോലെ ചിന്നിച്ചിതറി ആകാശത്തേക്കുയർന്നു പൊങ്ങി മണ്ണോട് ചേർന്നിട്ടുണ്ടായിരിക്കുമോ? നല്ലതു മാത്രമേ സംഭവിച്ചിരിക്കാവൂ എന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? വായിച്ചു നോക്കൂ വീണ്ടും ഹൈഫയിലേക്ക്.